ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് അത്ഭുതകരമായിട്ടുള്ള ഒരു തിമിംഗലത്തിന്റെ കഥ പറഞ്ഞു തരട്ടെ. കഥാനായകനായിട്ടുള്ള മണ്ടനായിട്ടുള്ള ഇവൻ ചില കാരണത്താല് ഒരു രാജ്യത്തെത്തുകയാണ്. അവിടുത്തെ ചക്രവർത്തിക്കാണെങ്കിൽ ഇവനെ ഒട്ടും ഇഷ്ടമല്ല. എന്നാൽ ഒറ്റയടിക്ക് കൊന്നുകളയാനും കഴിയത്തില്ല. അങ്ങനെ ഇവനെ എങ്ങനെയും കൊന്നുകളയാനായിട്ട് അവിടുത്തെ ചക്രവർത്തി ആണെങ്കിൽ ഇവന് കുറച്ച് ദൗത്യങ്ങൾ കൊടുക്കുകയാണ്. ലോകത്ത് നിന്ന് ആരും കാണാത്ത തീപക്ഷിയെ വേട്ടയാടാൻ പോകുക, അതുപോലെ തന്നെ ഹൈഹേൽസ് നാട്ടിലെ രാജകുമാരിയെ കൊണ്ടുവരിക, ഒരു ദ്വീപിനെക്കാളും വലുതായിട്ടുള്ള ഒരു തിമിംഗലത്തിനെ വേട്ടയാടി അതിന്റെ വയറ്റിനുള്ളിൽ നിന്ന് ഒരു മോതിരം പുറത്തെടുത്ത് കൊണ്ടുവരിക. അങ്ങനെ ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത വലിയ വലിയ ദൗത്യങ്ങളാണ് ചക്രവർത്തി ഇവനക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെട്ട നമ്മുടെ ഐവാന്, അതായത് മണ്ടനായ ഐവാന് എന്തെല്ലാം സംഭവിച്ചത് നമുക്ക് നോക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ കുതിര അതാണെങ്കിൽ ഇങ്ങനെ അവിടെ പറന്നിങ്ങനെ നടക്കുകയാണ്. സംഭവം കാണാൻ നല്ല രസമൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഓട്ടത്തിലൂടെ ആ വയൽ മുഴുവനായിട്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കർഷകൻ വന്ന് നോക്കുമ്പോഴത്തേക്കും ആ വയലാകെ നശിച്ചു കിടക്കുകയാണ്. അയാൾക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര വിഷമമൊക്കെ വരുന്നുണ്ട്. എന്നാൽ അയാളാണെങ്കിൽ അയാളുടെ 3 ആൺമക്കളെയും അവിടെ കാവലിനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അല്ല, എന്താണ് ഇപ്പൊ ഇവിടെ നടന്നേ എന്നൊരു രീതിയിലാണ് അവർ എഴുന്നേറ്റ് നോക്കുന്നത്. സ്വന്തം അച്ഛൻ വലിയ കാര്യത്തിൽ കാവൽ നിർത്തിയതാ, പക്ഷെ എന്ത് പറയാനാ, 3 നല്ല ഉറക്കമായിരുന്നു. അങ്ങനെ അയ്യവാനും ചാടി എഴുന്നേൽക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരു മുള്ളൻ പന്നിയെ അവന്റെ കീശയിലേക്ക് ഒളിപ്പിച്ചിട്ട് അവന്റെ ചേട്ടന്മാര് വിളിച്ചപ്പോ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ അവരെല്ലാം കൂടി അച്ഛന്റെ അടുത്തേക്ക് പോയ സമയത്ത് ആ അച്ഛൻ കാണിച്ചു കൊടുക്കുകയാണ്, കണ്ടോ നമ്മുടെ വയലെല്ലാം നശിച്ചു പോയിരിക്കുന്നു, ഇന്ന് രാത്രി ഇവിടെ ആരെങ്കിലും ഒരാള് കാവൽ എഴുന്നാലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഐവാന്റെ 2 ചേട്ടന്മാരുണ്ടല്ലോ, അവന്മാരാണെങ്കിൽ ഭയങ്കര മടിയന്മാരാണ്. അവന്മാരാണെങ്കിൽ ഈ ഒരു ദൗത്യം ഐവാനെ തന്നെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ആ ദിവസം രാത്രി അവൻ ഒറ്റയ്ക്ക് അങ്ങനെ ആ ഒരു കാവലിനായിട്ട് അവിടുത്തെ ഒരു ടെന്റിൽ ഇരിക്കുകയാണ്. കൂടാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയ മുള്ളൻപന്നി ഉണ്ടല്ലോ അതിനെ അടുത്ത് വെച്ചിട്ടാണ് അവൻ ഇരിക്കുന്നത്. അങ്ങനെ അവൻ ചുമ്മാ അതിനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ട് സമയത്ത് ആ വയലിലാണെങ്കിൽ വീണ്ടും ഒരു ശബ്ദം കേൾക്കുകയാണ്. അവനാണെങ്കിൽ പതിയെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതൊരു കുതിരയായിരുന്നു. ആഹാ, അങ്ങനെ വിട്ട് ശരിയാവത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവനൊരു കയറും എടുത്തിട്ട് അതിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷെ കുതിരയുടെ വലിപ്പവും സൈസും കണ്ടിട്ട് അവൻ ആകെ അങ്ങ് ഞെട്ടി പോവുകയാണ്. കാരണം അതൊരു ഭീമകാരനായിട്ടുള്ള ഒരു കുതിരയായിരുന്നു അത്. അവനെ കണ്ടുപാടെയാണെങ്കിൽ കുതിരയാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോകാനായിട്ട് നോക്കുകയാണ്. എന്നാൽ അവനാണെങ്കിൽ അങ്ങനെ വെറുതെ വിട്ട പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ആ ഒരു ടെന്റിന്റെ മുകളിലേക്ക് കയറുകയാണ്. എന്നിട്ടാണെങ്കിൽ ആ കയർ ഉപയോഗിച്ച് ആ കുതിരയുടെ ദേഹത്തേക്ക് ഒറ്റ ഏറ് കൊടുക്കുകയാണ്. അതാണെങ്കിൽ ആ കുതിരയുടെ ദേഹത്ത് കുടുങ്ങിയില്ലൊന്നും അറിയത്തില്ല. കാരണം അവിടെ നല്ല മഞ്ഞുണ്ടായിരുന്നു. അവൻ കരുതി ആ കുതിര എപ്പോഴും നഷ്ടമായി, അല്ലെങ്കിൽ ആ കുതിര എപ്പോഴും സ്ഥലം കാലിയാക്കി എന്ന് വിചാരിച്ച സമയത്താണ് അവൻ ആ എറിഞ്ഞ കയറാണെങ്കിൽ പെട്ടെന്ന് തന്നെ വലിഞ്ഞു മുറുകുന്നതായിട്ട് കണ്ടു. കാരണം അവൻ എറിഞ്ഞ ആ ഒരു കയറ് ആ കുതിരയുടെ കഴുത്തിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കുതിരയുടെ ഒപ്പം തന്നെ അവന് പറന്നു പോവുകയാണ്. ഐവാനാണെങ്കിൽ ഇപ്പൊ ഒരുപാട് മുകളിലേക്ക് പൊന്തിയിട്ടുണ്ട്. താഴേക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല നല്ല കാഴ്ചകൾ അവനിങ്ങനെ ആസ്വദിച്ചു പോവുകയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുതിര താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവന് താഴോട്ട് വീണു പോവുകയാണ്. അവന് നന്നായിട്ട് തന്നെ പരിക്ക് പറ്റി. ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേനും അവന്റെ ബോധം അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞ് അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു ദയനീയമായ കരച്ചിൽ കേൾക്കുന്നു. നോക്കുമ്പോ എന്താ, അവിടെ ഉണ്ടായിരുന്ന ചെറിയ തടാകത്തില് കമ്പുകൾക്കിടയിൽ ആ കുതിരയാണെങ്കിൽ കുടുങ്ങി കിടപ്പുണ്ടായിരുന്നു. അതിനാണെങ്കിൽ എഴുന്നേക്കാൻ കഴിയുന്നില്ല. ആ വെള്ളത്തിലാണെങ്കിൽ അത് കുടുങ്ങി ട്രാപ്പായിട്ട് കിടക്കുകയാണ്. ഐവാനാണെങ്കിൽ ആ കയറ് പിടിച്ച് വലിച്ച് അതിനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അതൊരു വലിയ കുതിരയായതുകൊണ്ട് അവൻ അത് കഴിഞ്ഞില്ല. അവൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ കുതിരനെ കരയിലേക്ക് കയറ്റാൻ സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെ അവൻ നോക്കുമ്പോഴത്തേക്കും ഈ വെള്ളമൊക്കെ കോരി കരയിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ എന്ത് ചെയ്തു വെച്ചാൽ ആ ഒരു കയറ് കൊണ്ടുപോയിട്ട് ആ ഒരു മെഷീനിൽ കൊണ്ട് കറക്കുകയാണ്. അതിലൂടെ ആ കുതിരയ്ക്ക് മുകളിലേക്ക് കയറി വരാൻ കഴിഞ്ഞു. ഇപ്പോൾ ആ വലിയ മാന്ത്രിക കുതിരയുണ്ടല്ലോ ഐവാന്റെ അടുത്തേക്ക് വന്നിട്ട് വളരെ സങ്കടത്തോടെ കരയുകയാണ്. ഇപ്പോൾ ഐവാൻ കുതിരയോട് പറയുകയാണ്, നീ കരയേണ്ട കേട്ടോ, നിന്നെ ഞാൻ പിടിക്കാനൊന്നും പോകുന്നില്ല, എനിക്കൊരു വാക്ക് തരണം, എന്റെ വയൽ നീ ഇനി നശിപ്പിക്കില്ല എന്നുള്ള കാര്യം. അവന്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുന്ന പോലെ കാണിച്ചിട്ട് ആ കുതിര അവിടുന്ന് അപ്രത്യക്ഷമായി പോവുകയാണ്. പക്ഷെ ഐവാനാണെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഈ കുതിരയെ പിടിക്കാൻ നോക്കിയ സമയത്ത് ആ വയലാണെങ്കിൽ നന്നായിട്ട് നശിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാരണം കൊണ്ട് അവൻ അച്ഛന്റെ കയ്യിൽ നിന്ന് വഴക്ക് വെക്കുന്നുള്ള പേടിയായിരുന്നു അവനക്ക്. ഇതൊക്കെ കൊണ്ട് അവൻ അവിടെ നിന്ന് തിരിച്ചു പോകാൻ നല്ല പേടിയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും 2 കുതിരകളാണെങ്കിൽ അവന്റെ മുന്നിൽ നിൽക്കുകയാണ്. മാന്ത്രിക കുതിരയൊന്നും അല്ല, സാധാരണ 2 കുതിരകളാണ്. അതിന് തൊട്ടപ്പുറത്ത് നിന്ന് ആരെ സംസാരിക്കുന്നതായിട്ട് അവൻ ഇങ്ങനെ കേൾക്കുകയാണ്. അവന് ഭയമുള്ളത് കൊണ്ട് തന്നെ അവന്റെ കൂർത്ത കമ്പെടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ ആ ഒരു സംസാരം കേൾക്കുന്നിടത്തോട്ട് ഇങ്ങനെ വന്ന സമയത്ത് അവിടെ നിന്നാണെങ്കിൽ അവന് കിട്ടി നല്ലൊരു ചവിട്ട് കിട്ടുകയാണ്. അതാണെങ്കിൽ ഒരു ഒന്നൊന്നര ചവിട്ടായി പോയി. അവനാണെങ്കിൽ നേരെ തറയിൽ പോയി വീണു. അപ്പൊ തന്നെ അവന്റെ ബോധവും പോയി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അവന്റെ ബോധമൊക്കെ വന്നിട്ട് കണ്ണൂർ നോക്കുമ്പോഴാണ് അവന്റെ മുന്നിൽ ഒരു കുഞ്ഞു കുതിര. എന്നിട്ട് അവനാണെങ്കിൽ നീ ആരാന്നൊക്കെ അതിനോട് ചോദിക്കുകയാണ്. അപ്പൊ ആ കുതിര പറയുകയാണ്, നിനക്ക് എന്നെ കണ്ടു മനസ്സിലായില്ലേ, ഞാനൊരു കുഞ്ഞു കുതിരയാണ്. ഇന്നലെ രാത്രിയിൽ ഐവാൻ കണ്ട ആ ഒരു മാന്ത്രിക കുതിരയുണ്ടല്ലോ അതിന്റെ കുഞ്ഞാണ് ഈ കാണുന്ന കുഞ്ഞു കുതിര. ഇതിനാണെങ്കിൽ സംസാരിക്കുന്ന കഴിയും, കാരണം ഇതൊരു മാന്ത്രിക കുതിരയാണ്. ഐവാനാണെങ്കിൽ ആരുള്ള സമയത്ത് ആ ഒരു മുള്ളൻപന്നിയോട് സംസാരിക്കുന്നത് ഈ ഒരു മാന്ത്രിക കുതിര കണ്ടിട്ടുണ്ടായിരുന്നു. ഐവാനാണെങ്കിൽ എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെന്ന് ആ കുതിര മനസ്സിലാക്കിയിട്ട് അവന് 2 കുതിരകളെ സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. ഇതേ സമയം തന്നെ ഐവാന്റെ അച്ഛനാണെങ്കിൽ വയല് ഫുള്ള് നശിച്ചത് കണ്ടിട്ട് അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. അങ്ങനെ ഐവാനാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുക എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അവന്റെ കാലിന്റെ ഇടയിലോട്ട് ആ ഒരു കുഞ്ഞു കുതിര ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഐവാനാണെങ്കിൽ ഈ കുതിര എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ കുതിരയാണെങ്കിൽ റോക്കറ്റ് വിട്ടതിന്റെ കൂട്ട് ഒറ്റ പോക്കാണ്, മറ്റെവിടെയോ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു വേഗതയിൽ ഐവാന്റെ തല വരെ കറങ്ങി പോവുകയാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ഐവാൻ ഒരു കാര്യം ഓർമ്മ വന്നത്. അല്ല, നമുക്ക് മറ്റേ 2 കുതിരകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടേ,
കൊണ്ടുവരണ്ടേ? അങ്ങനെ ആ കുഞ്ഞു കുതിര പറയുകയാണ്, അതൊക്കെ നമുക്ക് വളരെ നിസ്സാര കാര്യമല്ലേ ഉള്ളൂ, അതിപ്പോ കൊണ്ടുവരാന്ന് പറയുകയാണ്. ആ സംസാരിക്കുന്ന കുഞ്ഞു കുതിരയാണെങ്കിൽ ഒരു വിസിലങ്ങ് അടിക്കുകയാണ്. ആ വിസിലിട്ടിട്ട് അപ്പോൾ തന്നെ കുതിരകൾ അങ്ങോട്ട് വരികയാണ്. ഐവനാണെങ്കിൽ ആ കുഞ്ഞു കുതിരയോട് ചോദിക്കുകയാണ്, ഈ ഒരു ട്രിക്ക് എനിക്കിവിടെ പഠിപ്പിച്ചു തരുമോ? അപ്പൊ കുഞ്ഞു കുതിര പറയുകയാണ്, തീർച്ചയായിട്ടും ഞാൻ പഠിപ്പിച്ചു തരാം, പോകെ പോകെ നീ അത് പഠിച്ചോളൂ എന്ന് പറയുകയാണ്. അങ്ങനെ രണ്ട് കുതിരകളെയും കൂട്ടിയിട്ട് ഐവാൻ നേരെ ഒരു പട്ടണത്തിലേക്ക് പോവുകയാണ്. കാരണം ഐവാനാണെങ്കിൽ ഈ കൊട്ടാരം, ചക്രവർത്തി അവരൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഐവാൻ ആണെങ്കിൽ രണ്ട് കുതിരകളുമായിട്ട് ഇങ്ങനെ പട്ടണത്തിലൂടെ നടക്കുന്ന സമയത്ത് അവിടെയുള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, നല്ല കുതിരകളാണല്ലോ, വിൽക്കുന്നു, നല്ല പൈസ തരാം എന്നൊക്കെ പറയുകയാണ്. പക്ഷെ അതൊന്നും നമ്മുടെ ഐവാൻ നോക്കുന്നേ ഇല്ല. അവനാണെങ്കിൽ നേരെ കൊട്ടാരത്തിന് മുന്നിലേക്കാണ് പോകുന്നത്. അതേസമയം തന്നെ കൊട്ടാരത്തിനുള്ളിലാണെങ്കിൽ ചക്രവർത്തി വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്നല്ലേ, അദ്ദേഹത്തിനെ ശല്യപ്പെടുത്തിയ ഒരു കൊതുകിനെ ഒറ്റയ്ക്ക് നിന്ന് കൊല്ലാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിസാഹസികമായിട്ടുള്ള ഒരു പോരാട്ടത്തിനൊടുവിൽ ആ ചക്രവർത്തി ആണെങ്കിൽ ആ കൊതുകിനെ തല്ലി കൊല്ലുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു മഹാവിജയം കണ്ടിട്ട് അവിടെയുള്ളവരൊക്കെ ആണെങ്കിൽ ആഹാ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട് കൈകൂട്ടി ഇങ്ങനെ രാജാവിനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അല്ലാതെ അവർക്ക് മറ്റൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. കാര്യം മനസ്സിലായില്ലേ? ഒരു അരപ്പിരിയനാണ് അവിടുത്തെ ചക്രവർത്തി. ആ അരപ്പിരിയനായിട്ടുള്ള ചക്രവർത്തി അവിടുത്തെ പട്ടണത്തിനെയൊക്കെ നിരീക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ നായകനായിട്ടുള്ള ഐവാനെയും ആ രണ്ട് കുതിരകളെയും കാണുകയാണ്. പെട്ടെന്ന് തന്നെ ചക്രവർത്തിയും അയാളുടെ ആൾക്കാരോട് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയം തന്നെ ഐവാൻ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് പറയുകയാണ്, ഈ രണ്ട് കുതിരകളുണ്ടല്ലോ, ഇത് രണ്ട് സാധാരണ കുതിരകളല്ല, ഇതിനാണെങ്കിൽ മാന്ത്രിക പവറൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ തൊപ്പി മറ്റൊക്കെ ഊരി ഇതിനെ ബഹുമാനിക്കണം എന്നൊക്കെ പറയുകയാണ്. അവൻ അത് പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ തൊപ്പി ഊരുകയാണ്. അപ്പോൾ അവൻ വിചാരിക്കുകയാണ്, ഇവനെന്തീ കാണിക്കുന്നേ, വെറുതെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇവരെല്ലാം അനുസരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവിടെ അരപ്പിരിയനായിട്ടുള്ള ചക്രവർത്തി വന്നിട്ടുണ്ടായിരുന്നു. ചക്രവർത്തി കണ്ടിട്ടാണ് അവരിതൊക്കെ ചെയ്തത്. ആ അരപ്പിരിയനായിട്ടുള്ള ചക്രവർത്തി ആണെങ്കിൽ അയാളുടെ മന്ത്രിയോട് ചോദിക്കുകയാണ്, അല്ല ഇവൻ ഈ കുതിര എവിടെ നിന്നായിരിക്കും കെട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇവൻ വല്ലയിടത്തുനിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്നതായിരിക്കുമോ? എന്തിലൊക്കെ ആവട്ടെ, നമുക്കാണെങ്കിൽ ഇവന്റെ അങ്ങ് മേടിക്കാം. അങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് ഐവാന്റെ ആ രണ്ട് കുതിരകളെയും മേടിച്ച് പൈസ ഒന്നും കൊടുക്കാതെ നേരെ കൊട്ടാരത്തിലേക്ക് അങ്ങ് പോവുകയാണ്. ചക്രവർത്തി കൊട്ടാരത്തിലേക്ക് പോയി ഐവാൻ ആണെങ്കിൽ ആ ചക്രവർത്തി നോക്കി ഒരു മണ്ണിനെ പോലെ ഇങ്ങനെ ഇളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ആ കുഞ്ഞു മാന്ത്രിക കുതിര ഇവനോട് ചോദിക്കുന്നത്, അല്ല ചെങ്ങായി, നീ ആ രണ്ട് കുതിരകളെ കൊടുത്തു എന്നിട്ട് വല്ല പൈസ മേടിച്ചോ? അപ്പോഴാണ് തനിക്ക് പറ്റിയ അബദ്ധം ഐവാന് മനസ്സിലാവുന്നത്. കുതിരകളെ കൊടുക്കുമ്പോൾ പൈസ മേടിക്കണമല്ലോ, ഇവനാണെങ്കിൽ അത് മേടിച്ചിട്ടുമില്ല. അയ്യോ, അത് എനിക്ക് പറ്റിയൊരു അബദ്ധമായി പോയി, നീയാണെങ്കിൽ കുതിരകളെ ഒന്നുകൂടി വിസിലടിച്ച് തിരിച്ചു വിളിക്കുക. അപ്പോൾ ആ സംസാരിക്കുന്ന കുഞ്ഞു കുതിരയുണ്ടല്ലോ അപ്പോൾ തന്നെ വിസിലടിക്കുകയാണ്. അപ്പോൾ തന്നെ ആ കുതിരകൾ രണ്ടുപേരും തിരിച്ചിങ്ങോട്ട് തന്നെ ഓടി വരികയാണ്. അപ്പോൾ ആ കുതിരകളെ പിടിക്കാനായിട്ട് ആ രാജാവിന്റെ പല്ലക്ക് ചുമന്നുകൊണ്ട് പോയ ആ രണ്ട് ഭടന്മാരുണ്ടല്ലോ അതിന് പുറകെ പിന്നാലെ അങ്ങ് ഓടുകയാണ്. അങ്ങനെ രാജാവ് ഇതിന്റെ പുറകിൽ ഇങ്ങനെ അലറി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഒന്ന് പതുക്കെ പോടോ, എന്നെ ഇവിടെ വിട്ടിട്ട് നിങ്ങൾ ആദ്യം കുതിരയെ പോയി പിടിക്കുന്നൊക്കെ പറയുകയാണ്. എന്നാൽ ആ മണ്ടന്മാരായിട്ടുള്ള ഭടന്മാരുണ്ടല്ലോ ആ വണ്ടി അങ്ങ് വിടുകയാണ്. എന്നാൽ ആ വണ്ടി വിട്ടപ്പോ തന്നെ ആ വണ്ടിയുടെ ബാലൻസ് ഇട്ടിട്ട് അവിടെ കുറെ അരിച്ചൊക്കെ എടുപ്പുണ്ടായിരുന്നു. അതിന് മണ്ടയിലേക്കാണെങ്കിൽ ആ രാജാവ് തീർച്ചു പോയി വീഴുകയാണ്. അങ്ങനെ ചക്രവർത്തിക്കാണെങ്കിൽ ബോധമൊക്കെ വന്നിട്ട് ചക്രവർത്തിനെ ഒരു കസേരയിൽ ഇരുത്തിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ വളരെ രൂക്ഷമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പേടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഐവാനാണെങ്കിൽ ഇത് കണ്ടിട്ട് നിർത്താതെ ചിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് ചക്രവർത്തിക്കാണെങ്കിൽ വല്ലാണ്ട് അങ്ങ് ദേഷ്യം വരികയാണ്. ഈ സമയം തന്നെ ഐവാനാണെങ്കിൽ ചക്രവർത്തിയോട് മാപ്പ് ചോദിക്കുകയാണ്, അല്ല ചക്രവർത്തി, നിങ്ങൾ ഈ കുതിര മേടിച്ചിട്ട് എനിക്ക് പൈസയും തന്നില്ലല്ലോ. അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുതിരകളെ തിരിച്ചു വിളിച്ചത്. അപ്പോൾ ആ ചക്രവർത്തി പറയുകയാണ്, ഞാൻ അതൊന്നും മറന്നുപോയതല്ല, കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഈ കുതിരയുടെ വിലയൊക്കെ മനസ്സിലാക്കി നിനക്ക് തക്കതായിട്ടുള്ള ഒരു പൈസ തരാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുകയാണ്. ഇനി പറ, നിനക്ക് എത്ര പൈസ വേണം? നല്ലൊരു തുക തന്നെ ഐവാൻ ചോദിക്കുകയാണ്. അപ്പോൾ ചക്രവർത്തി പറയുകയാണ്, ഇത് വളരെ കൂടുതലാണ്, അതിന് പകരമായിട്ട് നിനക്ക് കൊട്ടാരത്തിൽ ഒരു ജോലി തന്നാൽ മതിയോ? ഇത് കേട്ടപ്പോൾ തന്നെ ഐവാന് ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം കൊട്ടാരത്തിൽ ജോലി ചെയ്യുക, കൊട്ടാരത്തിൽ കിടന്നുറങ്ങുക, ഇതൊക്കെയാണെങ്കിൽ ഐവാൻ സ്വപ്നം കണ്ടൊരു കാര്യമാണ്. അങ്ങനെ അവൻ കൊട്ടാരത്തിലേക്ക് നടക്കുകയാണ്. അങ്ങനെ കൊട്ടാരത്തിൽ എത്തിയിട്ട് ചക്രവർത്തിയുടെ മന്ത്രി ചോദിക്കുകയാണ്, ഇവനെ ഇല്ലാതാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഈ സമയത്ത് കുനിഷ്ഠ മന്ത്രി പറയുകയാണ്, ഇതിനൊരു വഴിയുണ്ട്. അങ്ങാണെങ്കിൽ ആ ഒരു തീപക്ഷിയെ പറ്റി കേട്ടിട്ടില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, അതിനെ പിടിച്ചുകൊണ്ടുവരാനുള്ള ദൗത്യം നമുക്ക് അവനങ്ങ് കൊടുക്കാം. എന്തായാലും അവനെ കൊണ്ട് ഇത് പറ്റത്തില്ല. അങ്ങനെ അത് പറ്റാതെ അവൻ തിരിച്ചു വരുന്ന സമയത്ത് അവന് നല്ലൊരു വധശിക്ഷ തന്നെ കൊടുത്തേക്കാം. എന്താ, നല്ലൊരു ഐഡിയ അല്ലേ? ഈ ഒരു കാര്യം ചക്രവർത്തി ആണെങ്കിൽ ഐവാനോട് പറയുകയാണ്. തീർച്ചയായിട്ടും ഞാനത് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടുന്ന് പുറപ്പെടുകയാണ്. ഡ്രസ്സ് തനിക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളെല്ലാം തന്നെ എടുക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ആ സംസാരിക്കുന്ന മാന്ത്രിക കുതിരയുണ്ടല്ലോ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവനോട് ചോദിക്കുകയാണ്, അല്ല ഐവാനെ, നീ എങ്ങോട്ടേക്കാ പോകുന്നേ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാന്നോ? അല്ല, ഞാനാണെങ്കിൽ രാജാവ് പറഞ്ഞിട്ട് ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് ഒരു പക്ഷിയെ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. അല്ലടാ, നീ അതിനെ പിടിച്ചില്ലെങ്കിൽ രാജാവ് നിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കളയും. ഇപ്പോൾ ഐവാൻ പറയുകയാണ്, കൂടി പോയി അങ്ങ് തല വെട്ടിക്കളയും, അത്രയല്ലേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, ആ തീപക്ഷി എവിടെയാന്നുള്ള കാര്യം അതിന്റെ ലൊക്കേഷൻ നീ കറക്റ്റ് ആയിട്ട് എനിക്കൊന്ന് പറഞ്ഞ. അപ്പോൾ ആ കുതിര പറയുകയാണ്, നീ ഉദ്ദേശിക്കുന്ന തൊട്ട് അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല ഇത്. ഇതാണെങ്കിൽ ഇവിടെ അടുത്തൊന്നുമല്ല, വളരെ ദൂരെയാണ് ആ ഒരു പക്ഷി ഉള്ളത്. അങ്ങ് ദൂരെ 7 കടലിനപ്പുറമുള്ള ഒരു മലയുടെ മുകളിലാണ് ആ ഒരു പക്ഷി ഉള്ളത്. അതിനെ അന്വേഷിച്ചു പോയ ഒരാൾ പോലും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അത്രയ്ക്കും കൊടൂര ഭീകരനാണ് ആ ഒരു തീപക്ഷി. അതൊക്കെ പോട്ടെ, എന്റെ കൂടെ നീ എന്തായാലും ഉണ്ടല്ലോ, നീ എന്നെ അവിടേക്ക് കൊണ്ടുപോകല്ലോ എന്നൊക്കെയാണെങ്കിൽ ആ സംസാരിക്കുന്ന കുഞ്ഞു കുതിരയോട് ഈ ഐവാൻ പറയുകയാണ്. അങ്ങനെ കുഞ്ഞു കുതിരയാണെങ്കിൽ ഒരുപാട് ദൂരെയുള്ള ആ മലയുടെ മുകളിലേക്ക് ഐവാനെ കൊണ്ട് എത്തിയിട്ടുണ്ട്. വല്ലാത്ത
വല്ലാത്തൊരു കാട് തന്നെയായിരുന്നു അത്. അങ്ങനെ ഐവാനോട് ആ കുഞ്ഞു കുതിര പറയുകയാണ്, ഐവാനെ, നീ വിചാരിക്കുന്നോട്ട് അത്ര എളുപ്പമൊന്നുമല്ല ആ ഒരു പക്ഷി പിടിക്കുക എന്നുള്ളത്. ആദ്യം നീ അതിനെ ബോധം കെടുത്തണം. അതിനാണെങ്കിൽ ഒരു വഴിയുണ്ട്. ആ കുതിരയാണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, അവിടെ നീ കുറച്ച് കടലകൾ കണ്ടോ? ആ കടലകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബോധം നഷ്ടമാകും. അതാ നീ ആ അണ്ണാൻകുട്ടികളെ കണ്ടോ? അതൊക്കെയാണെങ്കിൽ ആ കടലകൾ നിന്നിട്ട് ആകെ ബോധം കെട്ടിങ്ങനെ കിടക്കുകയാണ്. ആഹാ, ഇത് നിന്ന് ഉറക്കം വരുമല്ലേ എന്ന് പറഞ്ഞിട്ട് ഐവാനാണെങ്കിൽ ആ കടല എടുത്ത് പറഞ്ഞ് തിന്നു നോക്കുകയാണ്. അപ്പൊ തന്നെ കുതിര ചാടി വന്നിട്ട് ഇവനിട്ടൊരു തട്ടു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എടാ മണ്ട, നീ മണ്ടത്തരങ്ങളൊന്നും കാണിക്കില്ലേ? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ പക്ഷി പിടിക്കുന്നതിന് മുമ്പ് തന്നെ നീ വടിയാവുമല്ലോ. ഓ, ഇതുപോലൊരു മണ്ടന്റെ അടുത്തേക്കാണല്ലോ എന്റെ അമ്മ എന്നെ പറഞ്ഞു വെച്ചത്. പിന്നീട് ഐവാനോട് കുറച്ച് കടലകളൊക്കെ വാരി കൈ വെച്ചിട്ട് അങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ്. അങ്ങനെ അവർ ആ കാടും കടന്ന് ഒരു മരുഭൂമിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് ആ മരുഭൂമിയുടെ ഒരു ഭാഗത്ത് ഒരു രാത്രി ആവുന്നതിനെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന കടലകളാണെങ്കിൽ അങ്ങോട്ടേക്ക് വിതറി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞിട്ടും ആ പക്ഷിയെ കാണാനില്ല. ഈ സമയത്ത് ഐവാൻ പറയുകയാണ്, ഇവിടെ ആ പക്ഷിയൊന്നും കാണത്തില്ല, ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനെ എപ്പോഴേ കാണാൻ കഴിഞ്ഞേനല്ലോ. ഈ സമയത്ത് അവന്റെ തലയും ചരിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ആ കുതിര പറയുകയാണ്, കാരണം ആ ഒരു പക്ഷിയാണെങ്കിൽ ഭൂമിക്ക് മുകളിലല്ല, ഭൂമിക്ക് അടിയിലാണ് താമസിക്കുന്നത്. അങ്ങനെ കത്തുന്ന ശരീരമായിട്ട് ആ ഒരു തീപക്ഷി പുറത്തേക്ക് വരികയാണ്. അങ്ങനെ കടലുകൾ മുഴുവനും വളരെ ആർത്തിയോടെ കഴിക്കുകയാണ്. ഈ സമയത്ത് കുഞ്ഞു കുതിര പറയുകയാണ്, എന്തായാലും അത് കഴിച്ചിട്ട് ബോധം കിടട്ടെ, അത് ബോധം കിടന്നുവരെ ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് മണലിൽ തല വെച്ചിട്ട് ആ കുഞ്ഞു കുതിരയാണെങ്കിൽ കിടന്നുറങ്ങുകയാണ്. ഇതേ സമയം ആ കടലുകൾ മുഴുവനും തിന്ന് 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 ആ തീപക്ഷിക്ക് ഉറക്കം വരാറായിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് സമയം എന്ന് പറഞ്ഞിട്ട് ആ കുതിരയെ തട്ടി വിളിക്കുന്നുണ്ട് ഐവാൻ. ഇതേ സമയം തന്നെ ഐവാനെ മറ്റൊരാൾ തട്ടി വിളിക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയപ്പോ ആരാ? ആ തീപക്ഷി. ആ സമയത്ത് ആ പക്ഷി ഉണ്ടല്ലോ, അവന്റെ കയ്യിൽ ബാക്കി വന്നൊരു കടലുണ്ട്, അതും ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അണ്ണൻകുഞ്ഞാണെങ്കിൽ ആ പക്ഷിയുടെ കയ്യിൽ നിന്ന് കടൽ തട്ടിയെടുക്കാൻ നോക്കിയ സമയത്ത് ആ ദേഷ്യത്തിന്റെ പുറത്താണെങ്കിൽ ആ അണ്ണൻകുഞ്ഞിനെ എടുത്ത് ഒറ്റ ഇറങ്ങി എറിയും. ആ ഒരു ദേഷ്യം ഉള്ളതുകൊണ്ട് തന്നെ ഐവാനെ കൂടി ആക്രമിക്കാനായിട്ട് നോക്കുകയാണ് ആ തീപക്ഷി. ഇതേ സമയം നമ്മുടെ കുഞ്ഞു കുതിരയാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ ഐവാനെ രക്ഷിക്കുകയാണ്. പക്ഷെ ആ ഒരു അറ്റാക്കിന്റെ ഇടയിൽ ആ ഒരു ചതിപ്പിലേക്ക് പോയിട്ട് നമ്മുടെ ആ ഒരു കുഞ്ഞു കുതിര വീണു പോവുകയാണ്. അതിനാണെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. ഇതേ സമയം എങ്ങനെയുള്ള ആ കുഞ്ഞു കുതിരനെ രക്ഷപ്പെടുത്തണം വിചാരിച്ചിട്ട് ഐവാനാണെങ്കിൽ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുള്ള മറ്റേ പടച്ചട്ടയും ആ വാളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് ധരിക്കുകയാണ്. ഇതെല്ലാം ധരിച്ചിട്ട് ഐവാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ തീപക്ഷി അങ്ങോട്ടേക്ക് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഊതിയത് മാത്രമേ ഉള്ളൂ. അതെല്ലാം അതുപോലെ തന്നെ ഉരുകി പോവുകയായിരുന്നു. ഞാൻ ഒന്നിനും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഐവാനാണെങ്കിൽ തിരിഞ്ഞു നോക്കാതെ ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അടുത്ത നമ്മുടെ തീപക്ഷിയുടെ ടാർഗറ്റ് മറ്റേ ചതുപ്പിൽ കുടുങ്ങി കിടക്കുന്ന നമ്മുടെ കുഞ്ഞു കുതിരയല്ലേ, അവനിലേക്കാണ്. അതിനെ ആക്രമിക്കാനായിട്ട് തീപക്ഷി അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയം നമ്മുടെ ഐവാൻ ഉണ്ടല്ലോ, അവന്റെ കയ്യിലാണെങ്കിൽ ഒരു കടല ബാക്കി ഉണ്ടായിരുന്നു. അതെടുത്ത് ആ തീപക്ഷിയുടെ നേരെ കാണിക്കുകയാണ്. അങ്ങനെ അത് കണ്ടപ്പോഴത്തേക്കും തീപക്ഷിയാണെങ്കിൽ ഐവാന്റെ നേരെ പറന്നു വരികയാണ്. എനിക്കത് വേണം, എനിക്കത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഐവാന്റെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ ഐവാനാണെങ്കിൽ അവന്റെ കയ്യിലുള്ള അവസാനത്തെ കടലയും ആ പക്ഷിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ആ തീപക്ഷി അത് കഴിക്കുകയാണ്. അത് കഴിച്ച ഉടനെ തന്നെ ആ തീപക്ഷിയുടെ ബോധം നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ബോധം നഷ്ടമായിട്ടുള്ള തീപക്ഷിയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന തടാകത്തിലേക്ക് പോയി വീഴുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ ഐവാനാണെങ്കിൽ ആ തീപക്ഷിനെ ചെങ്ങലൊക്കെ കേട്ട് ബന്ധിപ്പിച്ച് ഇങ്ങനെ കിടത്തിക്കുകയാണ്. പക്ഷെ ആ തീപക്ഷി ഉണ്ടല്ലോ, വളരെ സങ്കടത്തോടെ നമ്മുടെ ഐവാന്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ കരഞ്ഞു കാണിക്കുകയാണ്. പക്ഷെ നമ്മുടെ അയ്യോഭാവമായിട്ടുള്ള ഐവാൻ ഉണ്ടല്ലോ, ഇത് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം വരികയാണ്. അവനാണെങ്കിൽ ആ പക്ഷിയുടെ കെട്ട് മുഴുവൻ അഴിച്ചു മാറ്റിയിട്ട്, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് നീ പൊക്കോ, നീ ഇവിടെ നിൽക്കണ്ട, എവിടെ വേണേലും പൊക്കോ എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങ് തുറന്നു വിടുകയാണ്. ഇപ്പോൾ ആ തീപക്ഷി ആണെങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് ഐവാന് മുന്നിൽ ചെറിയൊരു നന്ദിയൊക്കെ പറഞ്ഞിട്ട് പറന്നു പോകുന്നതിന് മുമ്പായിട്ട് തീപക്ഷി അതിന്റെ ചെറിയൊരു തൂവല് ഐവാന് കൊടുത്തിട്ടാണ് പോകുന്നത്. ഇതേ സമയം നമ്മുടെ കുഞ്ഞു കുതിര പറയുകയാണ്, എടാ മണ്ട, നീ എന്ത് മണ്ടത്തരം കാണിച്ചത്? ഈ പക്ഷിയിലെ നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാൻ കഴിയുമോ? അങ്ങോട്ടേക്ക് ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ അവർ നിന്റെ തല വെട്ടിക്കളയടാ. ഞാൻ ഒരു കാര്യം ചെയ്യാം, നിന്നെ ഞാൻ വളരെ സുരക്ഷിതമായിട്ട് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോകാം, നിനക്ക് അവിടെ സുരക്ഷിതമായിട്ട് നിൽക്കുകയും ചെയ്യാം. ഇതേ സമയം ഐവാനാണെങ്കിൽ അതിനെല്ലാം എതിർക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് കണ്ടോ, ആ തീപക്ഷി എന്നിട്ട് പോയ ആ ഒരു തൂവൽ എന്റെ ഇരിപ്പുണ്ട്, ഈ ഒരു തൂവല് മതി രാജാവിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ. അങ്ങനെ അവരാണെങ്കിൽ രാജ്യത്തേക്ക് തിരിച്ചെത്തുകയാണ്. എന്നാൽ ഐവാൻ പറഞ്ഞ ഒരു കാര്യം പോലും അവിടെയുള്ള ചക്രവർത്തിയോ മന്ത്രിയോ ജനങ്ങളോ ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല. എല്ലാവരും ഇത് കേട്ടിട്ട് ഐവാനെ കളിയാക്കുകയായിരുന്നു. ഇതൊന്നും കൂടാതെ അവനെ ശിക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അവനെ ശിക്ഷ നടപ്പിലാക്കുന്ന സ്ഥലത്തിന്റെ തൊട്ട് താഴെയായിട്ട് മറ്റേ കുഞ്ഞു കുതിരയല്ലേ, അവനോട് നിന്ന് പറയുന്നുണ്ട്, എടാ നിന്നെ ഇപ്പൊ വേണേലും ഞാൻ രക്ഷപ്പെടുത്താം, നീ എന്റെ കൂടെ നിന്നാ മാത്രം മതി എന്നൊക്കെ പറയുകയാണ്. ഈ സമയം ഐവാൻ പറഞ്ഞു, അതൊന്നും വേണ്ട, എന്റെ ആണെങ്കിൽ ആ പക്ഷിയുടെ ചിറകുണ്ട്, അത് വെച്ചിട്ട് ഞാൻ ഇവരെ ബോധ്യപ്പെടുത്തും എന്ന് പറയുകയാണ്. അങ്ങനെ ആ ചിറകെടുത്തിട്ട് അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അന്ന് അവന്റെ കയ്യിൽ നിന്ന് ജ്വലിച്ചതുപോലെ ഇന്ന് അത് ജ്വലിക്കുന്നില്ലായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് വീണ്ടും ആൾക്കാരും ചക്രവർത്തിയും എല്ലാം അവനെ വീണ്ടും കളിയാക്കുകയാണ്. മാത്രമല്ല അവന്റെ തല വെട്ടിക്കളയാനായിട്ട് ഒരു ബലിപീഠത്തിൽ കൊണ്ടിരുത്തുകയാണ് അവനെ. ഇതേ സമയം നമ്മുടെ കുഞ്ഞു കുതിരയില്ലേ, അവനാണെങ്കിൽ പറയുകയാണ്, ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഇവൻ എങ്ങനെ രക്ഷപ്പെടുത്തിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ അന്തരീക്ഷമാണെങ്കിൽ ആകെ മൊത്തം ഇങ്ങനെ ഇരുണ്ട് മൂടുകയാണ്. അതായത് അവിടേക്ക് മഴ പെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ ഉള്ളവരെല്ലാം തന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയ സമയത്ത് അവിടേക്ക് ഭയങ്കര വലിയൊരു പ്രകാശം ഇങ്ങനെ വരികയാണ്. അവരെല്ലാം നോക്കുമ്പോൾ എന്താ, മറ്റേ തീപക്ഷിയില്ലേ, അതാണെങ്കിൽ ഇങ്ങോട്ട് പറന്നു വന്നിട്ട് അവിടെ ഒരു കൊട്ടാരത്തിന് മുകളിലേക്ക് എന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു പക്ഷിനെ നോക്കിയിട്ട് അവന്റെ കുതിര വിസിലടിക്കുന്നതിന് വിട്ട് തന്നെ ഐവാനാണെങ്കിൽ അതിനെ നോക്കി വിസിലടിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം
കണ്ടപ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാവർക്കും തന്നെ അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വിശ്വാസമായി. അങ്ങനെ ചക്രവർത്തി ആണെങ്കിൽ ഐവാന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ടാണെങ്കിൽ അവിടെയുള്ള ഒരു വലിയ ഉദ്യോഗസ്ഥന്റെ കോട്ടി സ്യൂട്ടൊക്കെ ഊരിയിട്ട് ഐവാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതേസമയം നമ്മുടെ ഐവാൻ ചക്രവർത്തിയോട് ചോദിക്കുകയാണ്, അല്ല എനിക്ക് മാത്രമേ ഉള്ളൂ ഇതൊക്കെ, നമ്മുടെ ബാക്കിയുള്ള ജനങ്ങൾക്കൊന്നും ഇല്ലേ? ഇതേസമയം ചക്രവർത്തി പറയുകയാണ്, പിന്നെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം തന്നെ വലിയൊരു വിരുന്ന് തന്നെ കൊടുക്കുകയാണ്. ഇതേസമയം ചക്രവർത്തി ആണെങ്കിൽ മറ്റേ കുനിഷ്ഠ മന്ത്രിയെ നോക്കിയിട്ട്, എന്തോ നാടേ ഒരു ഐഡിയ പറഞ്ഞു തരുമ്പോ ഒരു നല്ലൊരു ഐഡിയ ഒക്കെ പറഞ്ഞു തരണ്ടായോ? സത്യം പറഞ്ഞാൽ നിന്റെ തലയാണ് ഇനി വെട്ടേണ്ടത് എന്നൊക്കെ ആ കുനിഷ്ഠ മന്ത്രിയോട് രാജാവ് പറയുകയാണ്. അങ്ങനെ കുനിഷ്ഠ മന്ത്രി ഉണ്ടല്ലോ, പുള്ളിക്കാരനാണെങ്കിൽ രാജാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് അടുത്തൊരു കുനിഷ്ഠ പ്ലാനുമായിട്ട് നമ്മുടെ ചക്രവർത്തിയുടെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, അല്ല ചക്രവർത്തി, നിങ്ങൾ ഇത്ര നാളായിട്ട് നിങ്ങളെ ഒരു പെണ്ണ് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ചക്രവർത്തിക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, അപ്പൊ അങ്ങാണെങ്കിൽ ഇത്രയും പ്രായമായിട്ട് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, അങ്ങനെ കല്യാണമാണ് വരാൻ പോകുന്നുള്ള കാര്യം പരസ്യമായിട്ട് വിളംബരം ചെയ്യണം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. താല്പര്യമുള്ളത് ഹൈഹിൽ നാട്ടിലെ രാജകുമാരിയാണെന്ന് പറയണം. അങ്ങനെ അതിനെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ദൗത്യം ഏൽപ്പിക്കേണ്ടത് മറ്റേ ഐവാനില്ലേ, അവനെ ആയിരിക്കണം. ഈ സമയത്ത് ചക്രവർത്തി പറയുകയാണ്, അത് വളരെ അപകടം പിടിച്ച കാര്യമല്ലേ, കാരണം അവളെയാണെങ്കിൽ ഇതുവരെ ആരും കണ്ടിട്ടുകൂടിയില്ല. അപ്പോൾ കുനിഷ്ഠമന്ത്രി പറയുക, അത് തന്നെയല്ലേ രാജാവ് നമുക്കും വേണ്ടത്, ആ ഒരു ദൗത്യം നമുക്ക് അവനെ ഏൽപ്പിക്കാം, എന്തായാലും അവനെ കൊണ്ട് അത് കഴിയത്തില്ല, ആ ഒരു പേരും പറഞ്ഞ് നമുക്ക് അവന്റെ തല വെട്ടിക്കളയാം. അങ്ങനെ നമ്മുടെ ഐവാനില്ലേ, അവനാണെങ്കിൽ അടുത്ത ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ കാര്യങ്ങൾക്ക് നടത്തുകയാണ്. അങ്ങനെ നമ്മുടെ കുഞ്ഞു കുതിര നമ്മുടെ ഐവാനെ ആണെങ്കിൽ ആ ഒരു മഞ്ഞുമലയുടെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവരവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ വലിയൊരു പാലം ഉണ്ടായിരുന്നു. അങ്ങനെ ആ പാലത്തിൽ കൂടി ഇപ്പൊ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താവോ എന്തോന്നും അറിയത്തില്ല. അങ്ങനെ കോട്ടയുടെ കവാടത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ഐവാൻ ആണെങ്കിൽ തലയിടിച്ച് പോയി വീഴുകയാണ്. കാരണം അദൃശ്യമായിട്ടുള്ള ഒരു വാൾ അവിടെ ഉണ്ടായിരുന്നു, ഐസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വലിയൊരു വാള്. കാരണം അവർക്ക് അത് കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇതേസമയം നമ്മുടെ ഐവാന്റെ പോക്കറ്റിലുള്ള ആ തീപ്പക്ഷിയുടെ തൂവലില്ലേ, അതാണെങ്കിൽ പറന്ന് ആ കോട്ടയുടെ കവാടത്തിലേക്ക് പോവുകയാണ്. അതൊരു തീയല്ലേ, അതിനാണെങ്കിൽ ആ ഒരു ഐസിനെ ഉരുക്കാനുള്ള ശക്തിയുണ്ട്. അത് ഉരുകിയപ്പോ തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ജലപ്രവാഹം അങ്ങനെ വരികയാണ്. ആ ഒരു ജലപ്രവാഹത്തിൽ നമ്മുടെ കുഞ്ഞു കുതിരയല്ലേ, അവനാണെങ്കിൽ തെറിച്ച് വീണു പോവുകയാണ്. അങ്ങനെ ഐവാൻ ആണെങ്കിൽ കോട്ടകളുടെ ഉള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഐവാൻ ആണെങ്കിൽ കോട്ടയുടെ ഉള്ളിലേക്ക് പോയപ്പോഴത്തേക്കും അവിടെ കുറെ ഇങ്ങനെ ബെഡ് പോലത്തെ, അതായത് ഐസ് കൊണ്ടുണ്ടാക്കിയ ബെഡുകൾ ഇങ്ങനെ കിടക്കുകയാണ്. അതിലാണെങ്കിൽ ഓരോ രാജകുമാരിമാരുണ്ട്. അതിൽ ഏതാണ് ശരിക്കുള്ള രാജകുമാരി എന്നുള്ള കാര്യം ഇവൻ അറിയത്തില്ല, കാരണം ഇതുവരെയായിട്ടും ആരും ആ ഒരു രാജകുമാരി നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ ഐവാനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ ഒരു തീപ്പക്ഷിയുടെ തൂവലാണെങ്കിൽ നേരെ എന്നിട്ട് ആ യഥാർത്ഥ രാജകുമാരിയുടെ അടുത്തേക്ക് വന്ന് വീഴുകയാണ്. അങ്ങനെ രാജകുമാരി ഉണരുകയാണ്. ഇതേസമയം രാജകുമാരി ഐവാനോട് ചോദിക്കുകയാണ്, നീ ആരാണ്, നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ച സമയത്ത് ഐവാൻ പറയുകയാണ്, ഞാനൊരു സാധാരണക്കാരനാണ്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ചക്രവർത്തിക്കാണെങ്കിൽ താങ്കളെ വിവാഹം കഴിക്കാനായിട്ട് അതിയായ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ താങ്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇതേസമയം നമ്മുടെ രാജകുമാരി ആണെങ്കിൽ ഐവാനോട് പറയുകയാണ്, എന്നെ ഇവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാൻ സഹായിക്കാൻ പോകുന്നു. അങ്ങനെ ഐവാൻ ആണെങ്കിൽ രാജകുമാരിയെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി സഹായിക്കുകയാണ്. അങ്ങനെ സഹായിക്കുന്നതിന്റെ ഇടയിൽ അവർ രണ്ടുപേരും തെന്നി താഴെ വീഴുകയാണ്. അങ്ങനെ തെന്നി വീണ സമയത്ത് ഐവാൻ ആണെങ്കിൽ രാജകുമാരിയുടെ മുഖത്തേക്ക് മാത്രം നോക്കി നിൽക്കുകയാണ്. ആ ഒരു നോട്ടത്തിൽ ഐവാൻ എന്തോ രാജകുമാരിയുടെ ചെറിയൊരു ക്രഷ് തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജകുമാരി ആണെങ്കിൽ കോട്ടയുടെ ഒരറ്റത്തേക്ക് വരികയാണ്. അപ്പൊ ഐവാൻ ചോദിക്കുകയാണ്, അല്ല രാജകുമാരി, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതേസമയം രാജകുമാരി പറയുകയാണ്, ഞാനാണെങ്കിൽ ഇത്രയും നാൾ ഇവിടെ കാത്തിരുന്നത് എന്നെ തേടി നല്ലൊരു ചക്രവർത്തി വരുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ, ഒരു ചക്രവർത്തി അല്ല, ഒരു പട്ടാളക്കാരനല്ല, ഒരു മന്ത്രിയല്ല, എല്ലാവരുടെ താഴെയുള്ള ഒരാളാണ് എന്നെ തേടി വന്നിരിക്കുന്നത്. എനിക്കിനി ജീവിക്കണമെന്ന് പറഞ്ഞ രാജകുമാരിയാണെങ്കിൽ എന്റെ മുകളിൽ നിന്ന് എടുത്ത് ഒറ്റ ചാട്ടം ചാടി. ഇതേ സമയം നമ്മുടെ ഐവാൻ ആണെങ്കിൽ നോക്കി നിൽക്കാതെ അവനും കൂടെ എടുത്തങ്ങ് ചാടി. ഇത്രയ്ക്ക് കഥ കേട്ടിട്ട് നിങ്ങൾക്ക് ഐവാന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അതായത് ഐവാൻ അത്ര വലിയ ബുദ്ധിയൊന്നുമില്ല, അവനാണെങ്കിൽ അങ്ങനെ ചിന്തിക്കാതൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് അവൻ ഇപ്പൊ അവിടെ നിർത്തി ചാടിയേക്കുന്നത്. പക്ഷെ ഐവാൻ അറിയില്ലായിരുന്നു ആ രാജകുമാരി മരിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. നമ്മുടെ ഐവാൻ അറിയത്തില്ലായിരുന്നു ആ രാജകുമാരിയുടെ സ്യൂട്ടിന് ഒരു പ്രത്യേകതയുള്ള കാര്യം. കാരണം ആ സ്യൂട്ട് ആണെങ്കിൽ ഒരു പാരച്യൂട്ട് പോലെ വർക്ക് ചെയ്യും. ഇതൊന്നും നോക്കാതാണ് ഐവാനും ആ രാജകുമാരിയുടെ ഒപ്പം എടുത്ത് ചാടിയേക്കുന്നത്. ഇതേസമയം നമ്മുടെ രാജകുമാരി ഇവനോട് ചോദിക്കുകയാണ്, എടാ മണ്ട, നീ എന്തിനാ എന്റെ കൂടെ എടുത്ത് ചാടാൻ പോയേ? അപ്പോൾ ഐവാൻ പറയുകയാണ്, നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇതേസമയം രാജകുമാരിക്ക് ഐവാനോട് എന്തോ ഒരു ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ ഐവാൻ ആണെങ്കിൽ രാജകുമാരിയുടെ ആ പാരച്യൂട്ട് പോലത്തെ ആ ഒരു സ്യൂട്ട് ഉണ്ടല്ലോ, അതിലാണെങ്കിൽ ചെറിയൊരു ഓട്ട വീഴ്ത്തുകയാണ്. അത് വീണെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. രണ്ടുപേരും കൂടി പടക്കേന്ന് പറഞ്ഞ് താഴോട്ട് വീഴുകയാണ്. ഇതേസമയം നമ്മുടെ കുഞ്ഞു കുതിരയല്ലേ, അവനാണെങ്കിൽ അങ്ങോട്ടേക്ക് പറന്ന് വന്ന് ഇവരെ രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് രാജകുമാരിയുടെ ബോധം ഏതാണ്ടൊക്കെ നഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി കുഞ്ഞു കുതിരയുടെ പുറത്ത് കയറിയിട്ട് ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ രാജകുമാരി ചുംബിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞു കുതിര പറയുകയാണ്, വേണ്ട മോനെ വേണ്ട, ഇത് നിനക്കുള്ളതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രി വിശ്രമിക്കാനായിട്ട് അവരാണെങ്കിൽ ഒരു കാട്ടിൽ വന്ന് ഇറങ്ങുകയാണ്.
ഇതേ സമയം നമ്മുടെ കുഞ്ഞു കുതിരയാണെങ്കിൽ ഐവാനോട് പറയാണ്, എടാ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, നിനക്ക് ആ രാജകുമാരിയെ ഭയങ്കര ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. നീയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഇനി ആ രാജകുമാരിയും കൊണ്ട് നീ ആ രാജാവിന്റെ അടുത്തൊന്നും പോകണ്ട, നിന്നെ ഞാൻ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടാക്കാം, നിനക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാം എന്നൊക്കെ പറയുകയാണ്. നീ പറഞ്ഞതൊക്കെ ശരിയാണ്, എനിക്കാണെങ്കിൽ രാജകുമാരി ഭയങ്കര ഇഷ്ടമൊക്കെയാണ്, പക്ഷെ രാജാവിന്റെ കൽപ്പന എനിക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല. അത് മാത്രമല്ല ഇത്തരത്തിലുള്ള അതിയായ സുന്ദരിയുടെ രാജകുമാരി വിവാഹം കഴിക്കാനുള്ള അർഹതയൊന്നും എനിക്കില്ല. എന്തായാലും അടുത്ത ജന്മത്തിൽ നോക്കാന്ന് പറഞ്ഞിട്ട് അവൻ പോയി കിടന്ന് ഉറങ്ങുകയാണ്. ഇവര് സംസാരിച്ച കാര്യങ്ങളെല്ലാം നിന്നെ രാജകുമാരിയും കേട്ടിട്ടുണ്ടായിരുന്നു. എന്തോ രാജകുമാരിക്ക് അവനോട് ഭയങ്കര ഒരു പ്രണയം തോന്നുകയാണ്. എന്തോ അവന്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രണയം ഉണ്ടെന്നുള്ള കാര്യം രാജകുമാരിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. അങ്ങനെ നേരെ ഐവനാണെങ്കിൽ രാജകുമാരിയും കൂട്ടി രാജ്യത്തേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ രാജകുമാരിയുടെ കയ്യിൽ പിടിച്ച് നേരെ രാജാവിന്റെ അടുത്തേക്ക് രാജകുമാരിയെ കൊണ്ടുപോവുകയാണ്. ഇതേസമയം നമ്മുടെ ചക്രവർത്തി ആണെങ്കിൽ മറ്റേ കുനിഷ്ഠ മന്ത്രിയെ ഒരുമാതിരി നോക്കുകയാണ്. അതേസമയം ആ കുനിഷ്ഠ മന്ത്രി ആണെങ്കിൽ പറയുകയാണ്, എന്തായാലും ഇതിന് ഗുണം നമുക്ക് തന്നെയല്ലേ, എന്തായാലും അങ്ങൊന്ന് കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, ഇപ്പോഴാണെങ്കിൽ ചക്രവർത്തിക്ക് നല്ല സുന്ദരിയായിട്ടുള്ള ഒരു വധുവിനെ കിട്ടാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചക്രവർത്തിനെ പൊക്കി അടിക്കുന്നുണ്ടെങ്കിലും ചക്രവർത്തി ആണെങ്കിൽ നിനക്കുള്ള ഞാൻ പിന്നെ തരാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ ഇതൊക്കെ കൊണ്ട് അവിടുത്തെ ജനങ്ങളാണെങ്കിൽ ഐവാനെ പുകഴ്ത്തുകയാണ്. എന്നാലും രാജാവ് ഏൽപ്പിച്ച ജോലിയും കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ രാജാവാണെങ്കിൽ ഐവാന് തക്കതായിട്ടുള്ള ഒരു പാരിതോഷികം കൊടുക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി തന്നെ ഐവാനാണെങ്കിൽ രാജകുമാരിയുള്ള ആ ഒരു മുറിയുടെ വാതിലിനവിടേക്ക് ചെല്ലുകയാണ്. അവർക്ക് പരസ്പരം ഇഷ്ടമാണെന്നുള്ള കാര്യം അറിയാം, പക്ഷെ അവരാണെങ്കിൽ അത് പുറത്ത് കാണിക്കുന്നില്ല. എന്നിട്ട് ഐവാൻ പറയാണ്, എന്തായാലും ചക്രവർത്തിയായിട്ടുള്ള വിവാഹം നടക്കാൻ പോവല്ലേ, താങ്കൾക്ക് വളരെ അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറയുന്ന സമയത്ത് ആ റൂമിലേക്ക് വേറൊരാൾ കയറി വരികയാണ്. അതേസമയം രാജ്ഞിയാണെങ്കിൽ ഐവാനത്തിൽ താഴേക്ക് ഇടുകയാണ്. ആ റൂമിലേക്ക് വന്നത് വേറെ ആരുമല്ല, രാജാവിന്റെ ഉത്തരവ് പ്രകാരം രാജ്ഞിക്കായിട്ടുള്ള വസ്ത്രങ്ങളുമായിട്ട് വന്ന ഒരാളായിരുന്നു അത്. അവരാണെങ്കിൽ ഒരുപാട് വസ്ത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും രാജ്ഞിക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവൾ പിന്നെ തിരഞ്ഞെടുത്തത് അവൾക്ക് വസ്ത്രമായിട്ട് വന്നിട്ടുള്ള ആ ഒരു കൊള്ളക്കാരൻ ലുക്കുള്ള ആളുണ്ടല്ലോ, അയാളുടെ വസ്ത്രമായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ അടുത്ത ദിവസം ആ ഒരു ഡ്രസ്സിൽ തന്നെ നമ്മുടെ രാജാവിനെ കാണാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് വന്ന രാജ്ഞിയാണെങ്കിൽ അവിടെയുള്ള ഓരോ ആൾക്കാരോട് ചോദിക്കുകയാണ്, നീയാണോ രാജാവ്, നീയാണോ രാജാവ്. അങ്ങനെ മനഃപൂർവ്വം രാജാവിനെ പരിഹസിച്ചുകൊണ്ട് രാജ്ഞിയാണെങ്കിൽ കളിയാക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ചക്രവർത്തിക്ക് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അവസാനം ചക്രവർത്തി തന്നെ പറയാണ്, എടോ ഞാനാണോ രാജാവ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ രാജകുമാരി പറയാണ്, എടോ എനിക്കത് മനസ്സിലായി, താങ്കൾ തന്നെയാണ് രാജാവ്, കാരണം ഇയാളുടെ അത്ര ഗെറ്റപ്പിലൊന്നും അല്ല വേറെ ആരും നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇയാളാണ് രാജാവ് എന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു. ഇതേസമയം രാജാവാണെങ്കിൽ രാജ്ഞിയുടെ കൈയും പിടിച്ചുകൊണ്ട് നേരെ സിംഹാസനത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ്, നമുക്ക് നാളെ തന്നെ കല്യാണം കഴിക്കാൻ കേട്ടോ. അപ്പൊ തന്നെ രാജ്ഞിയാണെങ്കിൽ ഒരു പ്ലാനിങ് ഇടുകയാണ്. എന്റെ മുത്തശ്ശി എനിക്ക് ഒരു മോതിരം തന്നിട്ടുണ്ടായിരുന്നു, അതാണെങ്കിൽ കടലിൽ വീണുപോയി, അത് കണ്ടെത്തി തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാം. ഇത് കേട്ടതോടെ രാജാവ് വിചാരിക്കുകയാണ്, ആ തേച്ച് തേച്ച്, ഇത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഇതേസമയം നമ്മുടെ കഥാനായകനായിട്ടുള്ള ഐവാനുണ്ടല്ലോ, അവൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ്, ആർക്കും എടുക്കാൻ പറ്റുന്ന മോതിരമല്ലേ, അത് ഞാൻ എടുത്തു തരാം. അങ്ങനെ കല്യാണം എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം രാജാവിന് അറിയായിരുന്നു. അത് മാത്രമല്ല ഇവന്റെ ശല്യം ഉണ്ടല്ലോ, ഇതെങ്ങനെയും ഒഴിഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാജാവ് അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ ഐവാനെ ആ ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഐവാൻ കിടന്നുറങ്ങുകയാണ്. അതേസമയം മറ്റേ കുഞ്ഞു കുതിരയല്ലേ, അവനാണെങ്കിൽ അവൻ അമ്മയോട് സംസാരിക്കുകയാണ്, അമ്മേ ഇതുപോലെ ഒരുത്തിന്റെ അടുത്താണല്ലോ എന്നെ പറഞ്ഞു വിട്ടത്, ഇവനെ നേർവഴിക്ക് നയിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ എന്നെ പറഞ്ഞു വിട്ടത്, പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം പോലും ഇവൻ കേൾക്കുന്നില്ല, പിന്നെയും പിന്നെയും പോയിട്ട് ഓരോ അപകടങ്ങളും വിളിച്ചു വരുത്തുകയാണ്. ഇപ്പതാ ആ രാജകുമാരിയുടെ കളഞ്ഞു വിട്ടുള്ള മോതിരം കടലിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. ഇവനെ ഞാനിനി എങ്ങനെ സഹായിക്കാനാണ്, അതുമാത്രമല്ല ആ മോതിരം ഞാനിനി എവിടെ നിന്ന് പോയി കണ്ടുപിടിക്കാനാണ്. ഇതേസമയം അവിടേക്കാണെങ്കിൽ ഒരു വലിയ തിമിംഗലത്തിന്റെ രൂപം ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടു. ഈ ഒരു കാഴ്ച കണ്ടിട്ട് ആ കുഞ്ഞു കുതിരയാണെങ്കിൽ അവന്റെ അമ്മയോട് ചോദിക്കുകയാണ്, എന്താണ് ഇത് മനസ്സിലാവുന്നില്ല, എവിടേക്കാണ് ഞാൻ പോകണ്ടേ എന്നൊന്നും എനിക്ക് അറിയില്ല, അതൊന്ന് പറഞ്ഞു തരാമോ അമ്മയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അവൻ അമ്മ കുതിരയാണെങ്കിൽ അവന് കറക്റ്റ് കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഏത് കടലിലേക്കാണ് പോകേണ്ടത് എന്നും അവിടെ ഒരു തിമിംഗലം ഉണ്ടെന്നും അതിന്റെ അടുത്താണ് ഇതുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ മേഘങ്ങൾക്കിടയിൽ ഒരു വഴി ഇങ്ങനെ തുറന്നു വരികയാണ്. ആ വഴിയെല്ലാം തന്നെ കാട്ടിക്കൊടുക്കുന്നത് അവന്റെ അമ്മ കുതിരയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ രണ്ടുപേരും കൂടി യാത്ര പുറപ്പെട്ടു. അങ്ങനെ അവർ നേരെ ആ കടലിലേക്ക് പോവുകയാണ്. അവിടെയാണ് മറ്റേ വലിയ തിമിംഗലം ഇല്ലേ അതുള്ളത്, അതിന്റെ വയറ്റിലാണ് ഈ പറഞ്ഞ മോതിരം ഉള്ളത്. അങ്ങനെ അവർക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വന്നായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ആ കുഞ്ഞു കുതിരയുടെ ബാലൻസ് ഇട്ടിട്ട് ഐവാൻ നേരെ കടലിലേക്ക് വീണു പോവുകയാണ്. അങ്ങനെ കടലിനടിയിലോട്ട് വീണു പോയ ഐവാനാണെങ്കിൽ അവിടെ കുറെ ചെങ്ങലുകൾ ഇങ്ങനെ കിടക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഐവാനാണെങ്കിൽ നീന്തി മുകളിലേക്ക് കയറി വരികയാണ്. അങ്ങനെ മുകളിലേക്ക് കയറി വന്നപ്പോൾ കണ്ടത് അവർ അന്വേഷിച്ചു വന്ന ആ ഒരു തിമിംഗലം ഇല്ലേ, ആ ഒരു വലിയ തിമിംഗലം, അതിനെയാണെങ്കിൽ ആരൊക്കെയോ ചേർന്നിട്ട് ചെങ്ങലക്കിട്ട് ബന്ധിച്ചിരിക്കുകയാണ്. ആ ഒരു വലിയ തിമിംഗലം ഇല്ലേ, ആ ഒരു തിമിംഗലം ആണെങ്കിൽ ആ കടലിലൂടെ പോയിട്ടുള്ള ഒരുപാട് കപ്പലുകൾ വിഴുങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അതിന് ഈ ഒരു ശിക്ഷ കൊടുത്തിരിക്കുന്നത്, അതായത് ആ ഒരു ചെങ്ങലകളൊക്കെ ഇട്ട് അതിനെ ബന്ധിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയ തിമിംഗലം ഉണ്ടല്ലോ, അതാണെങ്കിൽ നമ്മുടെ ഐവാനോട് എന്തൊക്കെയോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഐവാനാണെങ്കിൽ അത് പറയുന്നത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു മൃഗത്തിന് മറ്റൊരു മൃഗം പറയുന്നത് എന്തായാലും മനസ്സിലാവുമല്ലോ. പക്ഷെ നമ്മുടെ കുഞ്ഞു കുതിരയല്ലേ, അവനക്കാണെങ്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ വലിയ തിമിംഗലത്തിന്റെ കണ്ണിലൂടെ ഇങ്ങനെ കണ്ണീരൊക്കെ ഒഴുകി വരുന്നുണ്ട്. ഇത്രയും നാളായിട്ട് ആ ഒരു തിമിംഗലത്തിന് ഒരു സ്വാതന്ത്ര്യം ഇല്ലാതെ ഇങ്ങനെ ചെങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു, അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള കാര്യമായിരുന്നു ആ തിമിംഗലം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ആ കുഞ്ഞു കുതിര ഐവാനോട് പറയുന്നുണ്ട്. അപ്പോൾ ഐവാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ ഇപ്പൊ ചെയ്യുക. അപ്പോൾ ഐവാൻ ആണെങ്കിൽ അറിയാണ്ടൊന്ന് തുമ്മി പോവുകയാണ്. ആ തുമ്മിൽ വന്നപ്പോഴത്തേക്കും ഐവാൻ എന്തോ ഒരു ഐഡിയ തോന്നുകയാണ്, നമ്മൾ തുമ്മിയപ്പോഴത്തേക്ക് ഇത്രയും വലിയ റിയാക്ഷൻ വരുന്നുണ്ടെങ്കിൽ ആ ഒരു തിമിംഗലത്തെ വെച്ച് നമുക്കൊന്ന് തുമ്മിപ്പിച്ചാലോ. അങ്ങനെ ഐവാൻ ആ കുതിരയോട് ചേർന്നിട്ട്
നേരെ ആ തിമിംഗലത്തിന്റെ മൂക്കിലൂടെ അകത്തേക്ക് കയറുന്നുണ്ട്. അങ്ങനെ കുഞ്ഞു കുതിരയുടെ ചിറക് ഉപയോഗിച്ചിട്ട് ആ തിമിംഗലത്തിന്റെ മൂക്കിനുള്ളിൽ ഇക്കിളി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഇക്കിളി ഉണ്ടാക്കി ആ ഒരു തിമിംഗലത്തിനാണെങ്കിൽ തുമ്മാൻ വരികയാണ്. അങ്ങനെ വലിയ തിമിംഗലം ഇല്ലേ, ഒറ്റ തുമ്മലാണ്. ആ ഒരു ഒറ്റ തുമ്മലിൽ തന്നെ ആ തിമിംഗലത്തെ ബന്ധിച്ചിരുന്ന ആ ഒരു ചെങ്ങലയെല്ലാം പൊട്ടിപ്പറിഞ്ഞു പോവുകയാണ്. ആ ഒരു ഫോഴ്സിൽ തന്നെ നമ്മുടെ കുഞ്ഞു കുതിരയും ഐവാനോടി തെറിച്ച് പുറത്തേക്ക് വരികയാണ്. അത് മാത്രമല്ല, തിമിംഗലാണെങ്കിൽ വിഴുങ്ങിയിട്ടുള്ള ആ ഒരു വലിയ കപ്പലുകളൊക്കെ ഇങ്ങനെ ഛർദ്ദിച്ചിടുകയാണ്. അത് മാത്രമല്ല, ഐവാനോട് തിമിംഗലം നന്ദി പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഐവനാണെങ്കിൽ കുഞ്ഞു കുതിരയോട് പറയുകയാണ്, അല്ല നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ, ആ മോതിരം നേടിയല്ലായിരുന്നോ, ഇപ്പൊ മോതിരം ഇല്ല, തിമിംഗലം ഇല്ല, എല്ലാം പോയി എന്നിങ്ങനെ പറഞ്ഞിരുന്ന സമയത്താണ് ഒരു ഞണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു മോതിരം എടുത്ത് എറിഞ്ഞു കൊടുക്കുകയാണ്. ആ തിമിംഗലത്തെ രക്ഷിച്ചതിന്റെ പാരിതോഷികമായിട്ട് തിമിംഗലം ഞണ്ടിനെ കൊടുത്തയച്ചതാണ് ഈ മോതിരം. അങ്ങനെ മോതിരം കിട്ടിയപ്പോഴത്തേക്കും ആദ്യം ഐവന് സന്തോഷമായെങ്കിലും പിന്നീട് വിഷമം വരികയാണ്. കാരണം ഈ ഒരു മോതിരം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം രാജാവിന്റെ രാജ്ഞിയുടെ കല്യാണമാണ്. അങ്ങനെ ഐവൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. ഇപ്പൊ രാത്രിയാണ്. അങ്ങനെ ആരും കാണുന്ന ഐവാനാണെങ്കിൽ രാജകുമാരിയുടെ മുറിയിലേക്ക് ഇങ്ങനെ പമ്മി പമ്മി പോകുന്നുണ്ട്. ഇതേസമയം മറ്റേ കുഞ്ഞു കുതിരയില്ലേ, അവൻ പറയുന്നുണ്ട്, എടാ മോനെ, ആവശ്യമില്ലാത്തൊരു പണിയും കാണിക്കല്ലേ. ഇതേസമയം മറ്റേ കുനിഷ്ട മന്ത്രി ഉണ്ടല്ലോ, അവനാണെങ്കിൽ ഐവൻ കുതിരയായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ റൂമിനുള്ളിലേക്ക് കയറിയിട്ട് രാജ്ഞിയുടെ കയ്യിലേക്ക് ഐവൻ മോതിരം കൊടുക്കുകയാണ്. ഇതാ നിന്റെ മോതിരം, ഇതെല്ലാം നിനക്ക് വേണമെന്ന് പറഞ്ഞത്. അത് മാത്രമല്ല, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്രത്തോളം ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടമാണ് നിന്നോടുള്ളത്. അങ്ങനെ രാജ്ഞി തന്റെ ഇഷ്ടം ഇങ്ങനെ പുറത്ത് പറയുകയാണ്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുനിഷ്ട മന്ത്രിയും കുറച്ച് പടമാരും വന്നിട്ട് നമ്മുടെ ഐവാനെ ആക്രമിക്കാൻ നോക്കിയാണ്. അങ്ങനെ അവരെല്ലാം കൂടി ചേർന്ന് നമ്മുടെ ഐവാനെ പിടിച്ചു കിട്ടുകയാണ്. ഇതേസമയം മറ്റേ കുഞ്ഞു കുതിരയല്ലേ, അവനാണെങ്കിൽ ഇതെല്ലാം കണ്ടോണ്ട് നിൽക്കുകയായിരുന്നു. ഇത് കണ്ട് പേടിച്ച് രാജാവ് അതിനെ ഷൂട്ട് ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മുടെ ഐവാനാണെങ്കിൽ നേരിട്ട് നിന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവന് മനസ്സിലായി ആ ഒരു കുതിര മരിച്ചുപോയി എന്നുള്ള കാര്യം. കാരണം വെടികൊണ്ടപ്പോൾ തന്നെ ആ കുതിര നേരെ താഴേക്ക് വീണ് പോവുകയായിരുന്നു. അങ്ങനെ ഐവാന് ചങ്കാകെ പൊട്ടി തകർന്നു പോവുകയാണ്. പിന്നീട് ആ രാജാവും പിന്നെ ബാക്കിയുള്ള ഭടന്മാരോട് ചേർന്നിട്ട് ഐവാനെ കൊണ്ട് തടവിലാക്കുകയാണ്. അങ്ങനെ അവന്റെ വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. മാത്രമല്ല, ആ രാജ്ഞിയുടെ കല്യാണം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ രാജകുമാരി വിചാരിക്കുകയാണ് എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തണം, കാരണം തനിക്ക് വേണ്ടിയിട്ടാണല്ലോ അവൻ ഇതെല്ലാം അനുഭവിക്കുന്നത്. അങ്ങനെ ഇതേ സമയം രാജകുമാരിയുടെ അടുത്തേക്ക് ഒരു കുഞ്ഞു കോഴിക്കുഞ്ഞ് വരികയാണ്. അതാണെങ്കിൽ രാജകുമാരിയെ ഒരു വഴികാട്ടി എന്ന നിലയിൽ രാജകുമാരിയെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആ കോഴിക്കുഞ്ഞ് നേരെ പോയത് മറ്റേ സംസാരിക്കുന്ന കുഞ്ഞു കുതിരയല്ലേ, അതിന്റെ അടുത്തേക്കായിരുന്നു. ആ കുതിരയാണെങ്കിൽ വെടികൊണ്ടിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കുഞ്ഞു കുതിരയെ കണ്ടപ്പോഴത്തേക്കും രാജകുമാരിക്ക് ഭയങ്കര സന്തോഷം വരികയാണ്. എന്നിട്ട് ആ കുഞ്ഞു കുതിര രാജകുമാരിയോട് ചോദിക്കുകയാണ്, എന്റെ ഐവാൻ എവിടെയാണ്, അവനക്ക് എന്ത് സംഭവിച്ചു, അവൻ എവിടെയാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പറ്റിയിട്ട് രാജകുമാരി അതിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ആ കുഞ്ഞു കുതിരയ്ക്ക് ഭയങ്കര വിഷമമൊക്കെ വരികയാണ്. അങ്ങനെ അടുത്ത ദിവസം രാജകുമാരി ആണെങ്കിൽ രാജാവിന്റെ അടുത്തേക്ക് പോവുകയാണ്, എന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിച്ചിട്ട് ഐവാനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് രാജകുമാരി ചക്രവർത്തിയോട് പറയുകയാണ്, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അങ്ങൊന്ന് മരിച്ചു പോകുന്നതായിട്ടാണ് കണ്ടത്. ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആരുണ്ടാവും, അതുകൊണ്ട് അങ്ങൊന്ന് ചെറുപ്പത്തിലേക്ക് വരണം. അപ്പോൾ ഇത് കേട്ടിട്ട് ചക്രവർത്തി പറയുകയാണ്, അതെങ്ങനെയാണ് യൗവനത്തിലേക്ക് തിരിച്ചു വരുന്നത്, അല്ല അതിനെന്തെങ്കിലും വഴിയുണ്ടോ? പിന്നെ എന്റെ കയ്യിലാണെങ്കിൽ ഒരു അടിപൊളി ഐഡിയ ഉണ്ട്, എന്റെ മുത്തശ്ശി പറഞ്ഞു തന്നെയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം 3 ചെമ്പെടുക്കണം. അതിൽ ഒന്നിലാണെങ്കിൽ നല്ല തിളച്ച വെള്ളം, രണ്ടാമത്തെ ചെമ്പിലാണെങ്കിൽ തണുത്ത വെള്ളം, മൂന്നാമത്തെ ചെമ്പിലാണെങ്കിൽ നല്ല പാലും. ഈ 3 ചെമ്പിലും അങ്ങൊന്നാണെങ്കിൽ മുങ്ങി എഴുന്നേക്കണം. ഇനി മുങ്ങി എഴുന്നേറ്റാലും നിങ്ങൾ യൗവനത്തിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിനെ കേട്ടിട്ട് ചക്രവർത്തി പറയുകയാണ്, ഞാൻ ഇതിലോട്ടെല്ലാം മുങ്ങിക്കഴിഞ്ഞാൽ എന്റെ മുട്ട വരെ വെന്തു പോകും. അപ്പോൾ രാജകുമാരി പറയാണ്, എനിക്കും അതാണ് വേണ്ടത്. അപ്പൊ ചക്രവർത്തി ചോദിക്കുകയാണ്, എന്താ പറഞ്ഞേ? അപ്പൊ രാജകുമാരി പറയാണ്, അല്ല, പ്രണയിക്കുന്ന ഒരാൾക്ക് വേണ്ടി ഇത്രയൊക്കെ സഹിക്കാൻ പറ്റത്തില്ലേ താങ്കൾക്ക്? അപ്പൊ ചക്രവർത്തി പറയാണ്, ഞാൻ എന്തായാലും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇരിക്കുകയാണ്. ഇതേസമയം മറ്റേ കുനിഷ്ട മന്ത്രം ഉണ്ടല്ലോ, അവനാണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ്, ഈ ഒരു ടെസ്റ്റ് നമുക്ക് ആദ്യം മറ്റേ ഐവാനെ വെച്ച് ചെയ്യിപ്പിക്കാം, അതാവുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇതേസമയം രാജകുമാരി വിചാരിക്കുകയാണ്, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴാൻ പോവുകയാണ്. പക്ഷെ രാജകുമാരി പറഞ്ഞ ഈ ഒരു വിദ്യ ഉണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഒരു വിദ്യയായിരുന്നു. കാരണം യൗവനത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു വിദ്യ തന്നെയായിരുന്നു ഇത്. അങ്ങനെ രാജകുമാരി എന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ മറ്റേ കുഞ്ഞു കുതിരയില്ലേ അവനക്കെടുത്ത് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ചില രീതികളൊക്കെ ഉണ്ട്. ആദ്യം മറ്റേ ചൂടുവെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്റെ കയ്യിലുള്ള ആ ഒരു മുത്തശ്ശി എടുത്ത മോതിരയല്ലേ, അത് ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വേണം ഇറങ്ങാനായിട്ട്. രണ്ടാമത് മറ്റേ തണുത്ത വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മറ്റേ തീപ്പക്ഷിയുടെ തൂവലല്ലേ, അത് ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വേണം ഇറങ്ങാനായിട്ട്. പിന്നീടുള്ള തിളയ്ക്കുന്ന ആ ഒരു പാലില്ലേ, അതിലേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള ഏറ്റവും വിശിഷ്ടമായിട്ടൊരു പൂവുണ്ട്, ആ ഒരു പൂ അതിലേക്ക് ഇടണം. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ രാജകുമാരി ആ കുഞ്ഞു കുതിരയോട് പറയുകയാണ്. ഇവരുടെ കയ്യിലാണെങ്കിൽ 2 സാധനങ്ങളുണ്ട്, ഒന്നാം മോതിരം, രണ്ടാ തീപക്ഷിയുടെ തൂവല്. പക്ഷെ ആ പൂവുണ്ടല്ലോ, അതാണെങ്കിൽ ഈ ലോകത്തിന്റെ അങ്ങേയറ്റത്താണുള്ളത്. ഐവാന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നീ എന്തായാലും പോയിട്ട് അത് കണ്ടുപിടിച്ച് കൊണ്ടുവരണം. കാരണം നിനക്ക് പറക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നീ എന്തായാലും പോയി കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് രാജകുമാരി അവിടുന്ന് പോവുകയാണ്. അങ്ങനെ രാജകുമാരി പോയി കഴിഞ്ഞിട്ടാണ് നമ്മളെ അത് കാണിക്കുന്നത്. അന്ന് വെടി കൊണ്ട സമയത്ത് ആ വെടി കൊണ്ടത് ആ കുതിരയുടെ ചിറകിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞു കുതിരയ്ക്ക് പറക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷെ എങ്ങനെയെങ്കിലും ഐവാനെ രക്ഷപ്പെടുത്തണം എന്നുള്ള വിചാരമായിരുന്നു ആ കുതിരയ്ക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ 2 കൽപ്പിച്ച് നമ്മുടെ കുഞ്ഞു കുതിരയല്ലേ, അവനാണെങ്കിൽ അവന്റെ പരമാവധി വേഗത
എടുത്ത് ഇങ്ങനെ ഓടുകയാണ്. അങ്ങനെ അവൻ ഓടുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം ഉരുണ്ട് മറിഞ്ഞൊക്കെ താഴെ വീഴുന്നുണ്ട്. അങ്ങനെ അവസാനം ഭൂമിയുടെ മറുഭാഗത്തേക്ക് അവൻ എത്തുകയാണ്. അങ്ങനെ അടുത്ത ദിവസമായി ഈ സമയത്ത് നമ്മുടെ ഐവാനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഇതേ സമയം അവിടുത്തെ ജനങ്ങളാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അവനെ ശിക്ഷിക്കുന്നത്, എന്ത് തെറ്റാണ് അവൻ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ അവന് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക. അങ്ങനെ ഐവാന് സംസാരിക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. അവനാണെങ്കിൽ തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് യാചിക്കാനല്ല തുടങ്ങിയത്. അവൻ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് തന്നെ രക്ഷപ്പെടുത്താൻ തന്റെ കൂടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്നിട്ടില്ല. അവൻ എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. അവൻ ഇല്ലാതായപ്പോഴാണ് അവന്റെ വില എനിക്ക് മനസ്സിലാവുന്നത്. അവനില്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ള കാര്യം. അത് മാത്രമല്ല, ഞാൻ ഒരുപാട് പ്രണയിച്ച ആളിപ്പോ നഷ്ടമാകുന്നുണ്ട്. അവനിപ്പോ കുമാരിയെ നോക്കുന്നുണ്ട്. ഇനി എനിക്ക് ഈ ലോകത്ത് ജീവിക്കണ്ട എന്നിങ്ങനെ പറയുന്ന സമയത്ത് ചക്രവർത്തി പറയുകയാണ്, മതി മതി നിർത്ത് നിന്റെ വാചകോടിയൊക്കെ. ഇപ്പോൾ ഐവനാണെങ്കിൽ നേരെ ആ തിളച്ചു പറയുന്ന ചെമ്പിലേക്ക് വീഴുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ രാജകുമാരി ഉണ്ടല്ലോ, അവളുടെ കയ്യിലുള്ള ആ മോതിരം എടുത്ത് ആ ചെമ്പിലേക്ക് ഇടുകയാണ്. അതേസമയം തന്നെ ഐവൻ നേരെ തെറിച്ചിട്ട് മറ്റേ തണുത്ത വെള്ളമുള്ള ചെമ്പിലേക്ക് പോയി വീഴുകയാണ്. അവൻ അതിലേക്ക് വീഴാൻ പോകുന്ന സമയത്ത് തന്നെ മറ്റേ തീപക്ഷിയില്ലേ, അതാണെങ്കിൽ അവിടെ നിന്ന് മുകളിൽ പറന്നിങ്ങനെ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു തൂവലാണെങ്കിൽ അതാണെങ്കിൽ ആ ചെമ്പിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ അവൻ ആ രണ്ടാം ഘട്ട ചടങ്ങ് പൂർത്തിയാക്കിയിട്ട് മൂന്നാമത്തെ ചെമ്പില്ലേ, ആ തിളച്ചു മറിയുന്ന പാല്, അങ്ങനെ അവൻ അതിലേക്ക് വീഴുകയാണ്. ഇതേസമയം രാജകുമാരി പ്രാർത്ഥിക്കുന്നുണ്ട്, ആ കുഞ്ഞു കുതിര എങ്ങനെയെങ്കിലും ആ പൂ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതേസമയം ആ കുഞ്ഞു കുതിരയില്ലേ, ആ കുഞ്ഞു കുതിര ആ മാന്ത്രിക പൂവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മാന്ത്രിക പൂ പറയുകയാണ്, എന്നെ പറിച്ച് നീ അതിലേക്ക് കൊണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് അവനെ രക്ഷിക്കാനായിട്ട് സാധിക്കും. പക്ഷെ നീ ഇത് പറിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ജീവൻ നഷ്ടമാകും എന്നൊക്കെ പറയുകയാണ്. എനിക്ക് അവന്റെ ജീവനാണ് വലുത്, ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞു കുതിര ആ പൂ പറിക്കുകയാണ്. അങ്ങനെ ഇതേ സമയം ആ തിളച്ചോണ്ടിരിക്കുന്ന പാലിലേക്ക് ഐവാൻ വീണിട്ടുണ്ട്. എല്ലാവരും ആണെങ്കിൽ വളരെ പേടിച്ച് എന്താണ് സംഭവിച്ചത് എന്നൊന്നും അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പൊ എല്ലാവരും മുകളിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒരു കുതിര ഇങ്ങനെ പറന്നു വന്നിട്ട് അതിന്റെ കയ്യിൽ നിന്ന് ഒരു പൂ ഇങ്ങനെ ആ ചെമ്പിലേക്ക് വന്ന് വീഴുന്നുണ്ട്. അങ്ങനെ പൂ വീണപ്പോൾ തന്നെ നമ്മുടെ ഐവാൻ ഉണ്ടല്ലോ, വളരെ ചെറുപ്പമായിട്ട് വളരെ സുന്ദരനായിട്ട് ഇങ്ങനെ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ചക്രവർത്തിയുടെ കണ്ണിങ്ങനെ തള്ളി പോവുകയാണ്. അങ്ങനെ ചക്രവർത്തിക്ക് ഇവർ പറഞ്ഞ എല്ലാം വിശ്വാസമായിട്ടുണ്ട്. അങ്ങനെ ഒന്നും നോക്കാൻ ചക്രവർത്തി നേരെ തിളച്ചോണ്ടിരിക്കുന്ന ചരുവത്തിലേക്ക് ഇറങ്ങി ചാടുകയാണ്. അതിലേക്ക് ചാടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ചക്രവർത്തി ആണെങ്കിൽ ഒരു വലിയ കുമ്മളയിൽ ഇങ്ങനെ അകപ്പെട്ടിട്ട് അതിങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരികയാണ്. അങ്ങനെ അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ ചക്രവർത്തിനെ നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പൊ ചക്രവർത്തി പറയുന്നുണ്ട്, ഞാനിങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ശരിയാക്കി തരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചക്രവർത്തിക്ക് താഴേക്ക് വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ചക്രവർത്തി പറന്ന് എവിടേക്കോ പോവുകയാണ് മുകളിലേക്ക്. ഇപ്പോഴാണെങ്കിൽ ആ രാജ്യത്തിന്റെ ഒരു രാജാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജനങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പറയാണ്, ഞങ്ങൾക്കൊരു രാജാവിനെ വേണം, ഞങ്ങൾക്കൊരു രാജാവിനെ വേണമെന്ന്. അപ്പോൾ രാജകുമാരി ഉണ്ടല്ലോ ഐവാന്റെ അടുത്തേക്ക് വന്നിട്ട് ഐവാന്റെ കയ്യിൽ പിടിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ കുഞ്ഞു കുതിരയില്ലേ, അവനാണെങ്കിൽ ഒരു കുഴിയിലേക്ക് ഇങ്ങനെ പോയിട്ട് എന്റെ സമയം ആയിരിക്കുന്നു, എന്റെ ജീവിത ലക്ഷ്യം പൂർത്തിയായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കണ്ണുടച്ച് ആ കുഴിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതേസമയം ഒരു കൊതുക് വന്നിട്ട് ആ കുഞ്ഞു കുതിരനെ വന്ന് കടിക്കുകയാണ്. അതേസമയം ആ കുഞ്ഞു കുതിര ചാടി എഴുന്നേറ്റിട്ട് ഒന്ന് മനസ്സമാതിരി മരിക്കാൻ പോലും സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ട് അതിനായിട്ട് ചവിട്ടുകയാണ്. ഇതേസമയം ഐവാൻ അങ്ങോട്ടേക്ക് വരികയാണ്. ഐവാൻ ആണെങ്കിൽ കുഞ്ഞു കുതിര കണ്ടപ്പോഴത്തേക്കും ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ആ കുഞ്ഞു കുതിര പറയുകയാണ്, നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ എന്നെ ഒന്ന് കാണാൻ, നീ എന്നെ അവസാനമായിട്ട് ഇനി ഒന്നുകൂടി കണ്ടു, ഇനി ചിലപ്പോൾ എന്നെ കാണാൻ കഴിഞ്ഞില്ല എന്ന് വരും, കാരണം ഞാൻ മരിക്കാൻ പോവുകയാണ്. ഇതേസമയം രാജകുമാരി പറയുകയാണ്, നീ എങ്ങോട്ടേക്കും പോകുന്നില്ല, നീ വേറൊരു ലോകത്തേക്കും പോകുന്നില്ല, നീ മരിക്കാനും പോകുന്നില്ല. നീ വിചാരിച്ചിരിക്കുന്നത് ആ പൂ പറിക്കുന്ന ആൾ മരിക്കുന്നല്ലേ? എന്നാൽ അതൊക്കെ ശരിയാണ്, ആ പൂ പറിക്കുന്ന ആളും മരിക്കും. പക്ഷെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ പൂ പറിക്കുന്ന ആളാണെങ്കിൽ, അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി പൂ പറിക്കുന്ന ആളാണ് മരിക്കുന്നത്. നീ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഇത് പറിച്ചത്, അതുകൊണ്ട് നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ്. ഇതേസമയം ഐവാനാണെങ്കിൽ വളരെ മുറുക്കി കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് കുതിരേനെ. അപ്പോൾ ആ കുഞ്ഞു കുതിര പറയുന്നുണ്ട്, എന്റെ പൊന്നൈവൻ, നീ എന്നെ ഇത്രയും ഇറുക്കി പിടിച്ച് കെട്ടിപ്പിടിക്കണ്ട, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ വടിയായി പോകുന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഈ ഒരു കഥയോട് അവസാനിക്കുകയാണ്. എന്താ നിങ്ങൾക്ക് ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടില്ലേ? ഇത്തരത്തിലുള്ള ഒരുപാട് രസകരമായിട്ടുള്ള കഥകൾക്കായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.